പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തെ തിങ്കളാഴ്ച പൽക്കാലം നിങ്ങളുമായിട്ടായിരിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പൽക്കാലം കൂടെ ദൈവം കൊന്ന ആദാം ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം ദൈവം നൽകിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി 92 സങ്കീർത്തനം 12 വാക്യം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനിലെ ദേവദാര പോലെ വളരും. സ്തോത്രം. നീതിമാൻ്റെ വളർച്ച ദേവദാര പോലെ എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതിനാധാരമായി നമുക്ക് അല്പസമയം ചില വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ചില വചനങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ഞാനത് എഴുതി വെച്ചിട്ട് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനിലെ ദേവദാര പോലെ വളരും എന്ന് പറയും. ലബാനിലെ ദേവദാരുക്കൾ അവരുടെ ശക്തി, ഉയരം, ഈട് എന്നിവയൊക്കെയും പേരുകേട്ടതായിരുന്നു. ശലോമോൻ ദേവാലയം നിർമ്മിക്കുമ്പോഴും കൊട്ടാരം നിർമ്മിക്കുമ്പോഴും ഈ മരം ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ മരം ഉപയോഗിച്ചിരുന്നത് ദേവദാരു അതിൻ്റെ വളർച്ച കൊണ്ടും സ്ഥിരത കൊണ്ടും ശക്തി കൊണ്ടും പ്രത്യേകതയുള്ള വൃക്ഷമാണെന്ന് തിരുവചനത്തിൻ്റെ ആത്മീയതയിൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നുണ്ട്. ലബാനിലെ ദേവദാരുക്കളും മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ഒരു രൂപമാണ്. നീതിമാന്മാരെ ഒരു വൃക്ഷങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് ഇത് അവരുടെ ആത്മീയ വളർച്ചയും ശക്തിയും നിലനിൽക്കുന്നതുമാണെന്ന് നമ്മളെ സൂചിപ്പിക്കുന്നു. സ്വത്രം. നീതിമാൻ്റെ വളർച്ച ദേവദാരു പോലെ എന്ന് പറയുമ്പോൾ ദേവദാരു വൃക്ഷത്തിൻ്റെ പ്രത്യേകതയെ നമുക്ക് ധ്യാനിക്കാം. സ്വത്രം. ഒന്നാമത് നമുക്ക് അതിൻ്റെ കാണാൻ കഴിയുന്നത് ആഴത്തിലേക്ക്. ഒന്നാമത് ലബാനിലെ ദേവദാരു എന്ന് പറയുമ്പോൾ അത് ആഴത്തിലേക്ക് വീഴിറങ്ങുന്ന ഒരു വൃക്ഷം. സ്തോത്രം. അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കൊലോസ്യർ ലേഖനം 2:7 അവനിൽ വേരൂന്നിയും ആത്മീയ വചന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്വാതന്ത്ര്യത്തിൽ കവിഞ്ഞും ഇരിപ്പീനെന്ന് കൊലോസ്യരിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണും. ദേവദാരു വൃക്ഷത്തിന് ആഴത്തിൽ വളരുന്ന വൃക്ഷമാണ്. അതിനാൽ യാതൊരു പ്രതികൂലങ്ങൾക്കോ അതിനെ തള്ളിയിടുവാൻ സാധ്യമല്ല. മാത്രമല്ല തന്നെ താഴെ വേരൂന്നിയതിനാൽ മീതെ ഫലം കായ്ക്കുകയും ചെയ്യും. ആഴത്തിലേക്ക് അതിൻ്റെ വേരിറങ്ങിയത് കൊണ്ട് ധാരാളം വെള്ളം ലഭിക്കുകയും നന്നായി ഫലം കായ്ക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ ദൈവം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നാം ആഴത്തിൽ വേരൂന്നുകയും ക്രിസ്തുവിൽ വേരൂന്നി നാം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണല്ലോ നമ്മൾ കൊലോസ്യർ ലേഖനം 2:7 വായിച്ചത്. സ്വതന്ത്രം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നാം വിശ്വാസത്തിൽ വേരൂന്നി ഓരോ ദിവസവും നാം ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് പ്രാർത്ഥിച്ച് ഇരിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിനെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മളെക്കുറിച്ച് ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഴത്തിൽ നമ്മളെ വേരുകളെ, വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് വേരൂന്നി എല്ലാ സീസണിനും ഫലം കായ്ക്കുന്നവരായി നാം തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത് നമുക്ക് ആ വൃക്ഷത്തെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അത് കാറ്റിനെ അതിജീവിക്കുന്നു. എത്രയും ആഴത്തിലേക്ക് അത് വേരൂന്നിനാൽ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും നേരിടുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ നാം ദൈവവിശ്വാസത്താൽ വേരൂന്നാതെ വളർന്നാൽ ഒരു ചെറിയ കാറ്റിന് നമ്മളെ തകർത്ത് കളയാൻ കഴിയും. നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. ചെറിയൊരു വിഷയം, ഒരു കുഞ്ഞുങ്ങളുടെ വിഷയമായാലും മറ്റേ ഭൗതിക വിഷയങ്ങളോ ആത്മീയ വിഷയങ്ങളോ ഏതൊരു പ്രതിസന്ധി വന്നാൽ നാം തളർന്നു പോകേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് വചനത്തിൽ ആഴത്തിലുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവിൽ നാം ആഴത്തിൽ വേരൂന്നി നിൽക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ ആഴത്തിൽ വേരൂന്നി തളർന്നു പോകാതെ ജീവിത വിശ്വാസത്തിൽ നമ്മളെ മേൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ അവയൊക്കെയും ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ആ ചെറിയ കാറ്റിനെ പോലും ജയിക്കുവാൻ, അവരെ വീഴ്ത്തുവാനും ഓടിക്കുവാനും കഴിയും. സ്തോത്രം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് വളരുന്ന മനുഷ്യർ വാർദ്ധക്യത്തിലും അധികം ഫലം കായ്ക്കും. സ്തോത്രം. ഈ നാളുകളിൽ ദൈവം നമ്മളിൽ ആഴത്തിൽ വേരൂന്നി ഒരു കാറ്റിന് പോലും തകർത്ത് കഴിയാൻ കഴിയാത്ത വിശ്വാസത്തിൽ നാം ആയിത്തീരണം.
എങ്കിലേ നമ്മൾക്ക് ദൈവത്തിന് നിലനിൽപ്പാൻ കഴിയുള്ളൂ. മൂന്നാമത് നമുക്ക് കരുതുന്നുണ്ട്, അത് വളരെ ഉയരത്തിൽ വളരുന്നൊരു വൃക്ഷമാണ്. സ്തോത്രം. വചനത്തിൽ മറ്റേ ഇതിലെ വൃക്ഷത്തൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ദേവദാരുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത് 300 അടി ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണ് ദേവദാരു. ക്രിസ്തുവിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവുടെ നദിയുടെ സമീപത്ത് വളരുന്ന നീതിമാൻ ഉയരത്തിൽ വളർന്ന് എന്നും പച്ച പിടിച്ച് നിൽക്കും. ആത്മീയ വളർച്ചയ്ക്ക് അവസാനമില്ല. സ്തോത്രം. എത്രത്തോളം നമ്മൾ വേര് ഊന്നി താഴേക്ക് പോകുന്നു, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നാം താഴേക്ക് വളരുന്നു, വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നു, അത്രത്തോളം നമുക്ക് മേലിലേക്ക് ഉയരുവാൻ കഴിയും. ദൈവസ്നേഹത്തിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുന്ന നദിയുടെ ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് ജീവിക്കുവാൻ കഴിയും. സ്തോത്രം. മൂന്നാമതായി ദൈവം ആ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നത് തണലേകുന്ന വൃക്ഷമാണ്. വൃക്ഷമെല്ലാം തണലേകുന്നതാണ് അല്ലേ. ചില വൃക്ഷങ്ങൾ പടർന്ന് പന്തലിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിലനേക പക്ഷികൾ വന്ന് അഭയം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. യോസേപ്പ് പറന്ന് വന്നിരിക്കുന്ന വൃക്ഷമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അനേകർക്ക് തണലിലേക്കുന്നവരാകണം. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഉയരമുള്ള ദേവദാരുവിൻ്റെ ഒരു ശിഖരം എടുത്ത് നടും. അതിൻ്റെ ഇളംചെല്ലിയുടെ അറ്റത്തു നിന്നും ഇളയതായിരിക്കുന്ന ഒന്നും ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായ ഒരു പർവ്വതത്തിൽ നടും. ഇസ്രയേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ചു ഭംഗിയുള്ള ഒരു ദേവദാരുവായി തീരും. അതിൻ്റെ കീഴിൽ പലവിധം ചിറകുകളുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിൻ്റെ കൊമ്പുകളിലേക്ക് നിഴലിൽ അവ വസിക്കും. ഈ വചനം നമുക്ക് കാണാൻ കഴിയുന്നത് യെഹെസ്കേൽ പ്രവചനം 13:22 മുതൽ 23 വചനങ്ങളിലാണ്. സ്തോത്രം. ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അപ്പോൾ ഈ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അനേകർക്ക് ആശ്വാസമായി തീരണം, തണലായി തീരണം. ദേവദാരു വൃക്ഷം എല്ലാവർക്കും തണൽ നൽകുന്നത് പോലെ നീതിമാൻ തന്നിരിക്കുന്ന നന്മകളും സമ്പത്തും കൃപാവരങ്ങളും താലന്തുകളും കഷ്ടപ്പാടുകളിൽ നിന്ന് കഴിയുന്നവർക്ക് നമുക്ക് തണലായി തീരുവാനാണ്. സ്തോത്രം. ഞാനിപ്പോൾ ഈ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, ദൈവം നൽകിയിരിക്കുന്ന ഈ ദർശനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഈ വചനം എപ്രകാരം ആശ്വാസമായിരിക്കുന്നു, അതുപോലെ നിങ്ങൾക്കും ആശ്വാസമായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കൃപാപരമായാലും ഏത് വിഷയമായാലും പണമിടപാടുകളായാലും ഏതിലായാലും നമ്മൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, മറ്റുള്ളവർക്ക് നമ്മൾ ആശ്വാസമായി തീരുന്നത് ആ വലിയ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ വന്ന് ഫലം കൊടുക്കുന്നതോടൊപ്പം തന്നെ അനേകർക്ക് തണൽ അവിടെ ആ യെഹെസ്കേൽ 13:22-23 വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അനേകർ പക്ഷികൾ വന്നിട്ട് അതിൽ പാർക്കുകയും അതിലെ കൊമ്പുകളുടെ നിഴലിൽ വസിക്കുകയും ചെയ്യുന്നു അല്ലേ. അനേകർക്ക് ആശ്വാസം, തണുപ്പ് നൽകുന്ന അവസ്ഥ. സ്തോത്രം. ഈ നാളുകളിൽ നമ്മളും അപ്രകാരം അനേകർക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ കൃപാവരങ്ങളെ കൊണ്ടും ദൈവം നമ്മൾ വിളിച്ച എല്ലാ അവസ്ഥയിലും നമ്മൾ നേർക്ക് ആശ്വാസം തണലായി തീരുന്നവരായി തീരട്ടെ. അഞ്ചാമതായിട്ട് ദൈവം നമ്മളെ ദേവദാരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ്, കാതലുള്ളതും ദീർഘായുസ്സുള്ളതുമായ ഒരു വൃക്ഷം. സ്തോത്രം. നൂറ്റാണ്ടുകളോളം അതിനെക്കുറിച്ച് ആ വൃക്ഷത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകളോളം കേടുവരാതെ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു വൃക്ഷം. അതിൻ്റെ തടി നല്ല കാതലുള്ളതാണ്. അതിനാൽ അത് സകല കെട്ടിടങ്ങളുടെയും നിർമ്മാണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ആത്മീയ ജീവിതം പൊള്ളയായോ ബലഹീനമായോ തീരാത്ത കാതലുള്ളതായോ നമ്മൾ തീരണം. ദൈവവചനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും കാതൽ നമ്മളുണ്ടെങ്കിൽ ദൈവം ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി നൽകും. സ്തോത്രം. ആ വൃക്ഷത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്തിലെ ആ തടിയുടെ ആഴം, ആ കാതൽ എത്രത്തോളമാണോ വെളിപ്പെടുന്നത്, അതുപോലാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മളെ ബലഹീനങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് ബലഹീനെല്ലാം മാറിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ആഴമേറിയ കാതലുള്ളവരായി തീരുവാൻ കഴിയണം. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവം നൽകിയ ദീർഘായുസ് കൊണ്ട് നമുക്ക് അനേകരെ തൃപ്തിപ്പെടുത്തുവാൻ സഹായിക്കും. ദൈവം നമുക്ക് ദീർഘായുസ് നൽകി നമ്മളെ തൃപ്തിപ്പെടുത്തുവാനിടയായിത്തീരും. മാത്രമല്ല വചനത്തിൽ പറയുന്നത് അതൊരു രാജകീയ വൃക്ഷമാണ്. ആറാമത് കാണാൻ കഴിയുന്നു, അതൊരു രാജകീയ വൃക്ഷമാണ്. ഭംഗിയുള്ള കൊമ്പുകൾ, തണലേകുന്ന ഇലകൾ, തലെടുപ്പുള്ള വളർച്ച, കാതിലുള്ള തടി, നീണ്ട ആയുസ്, ഈ സവിശേഷതകൾ ദേവദാരു ഈ രാജകീയ വൃക്ഷമായി അറിയപ്പെടുന്നു. യേശുക്രിസ്തുവിൽ ബലപ്പെട്ട് വളരുന്നവർ രാജകീയ പുരോഹിത വർഗമാണെന്ന് നമ്മളെ സാക്ഷീകരിക്കുന്നു. 1 പത്രോസ് 2:9 ഇപ്രകാരം എഴുതിയിരിക്കുന്നു,
നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവസ്നേഹത്തിൽ വേരുന്നി പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഉയരങ്ങളിലേക്ക് വളർന്ന് വചനസത്യങ്ങളിലെ കാതിലുള്ളവരായി വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ പച്ച പിടിച്ച് മറ്റുള്ളവർക്ക് തണലേകി ഫലം കായ്ച്ച് ദീർഘായുസ്സോടെ വസിക്കുവാൻ ദൈവം കൃപയും ശക്തിയും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, മറ്റുള്ളവർക്ക് തണലേകി ഫലം കായ്ച്ച് ദീർഘായുസ്സോടെ വസിക്കുവാൻ ദൈവകൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദേവദാരുവിനെ പോലെ കാതലുള്ള വൃക്ഷമാക്കി തണലുള്ള വൃക്ഷമാക്കി ഫലം കായ്ക്കുന്നതായി കർത്താവേ അപ്പോൾ വേരൊന്നി നല്ല ഉയരത്തിൽ കഥാവെ വളരുന്നവരാക്കി ക്രിസ്തുവിൻ്റെ വചനത്തിൽ കഥാവെ വളരുന്നവരാക്കി തീർക്കുമാറാണമേ. അനേകർക്ക് ഞങ്ങൾ ആശ്വാസമാക്കി തണലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ നാളിൽ ആ ദേവദാരു പോലെ വളരുവാൻ, അനേകർക്ക് തണലേകുവാൻ, അനേകർക്ക് ആശ്വാസമാകുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി സ്തോത്രം. കർത്താവെ, കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് അനുഗ്രഹമാക്കി തീർക്കണം. യേശു നാം തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.